ദൈവത്തോട് ഓരോ വചന പ്രഘോഷണവും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തോട് ഒരു ദിവസം കൂടി വളരാൻ വേണ്ടിയാണ്. ഇന്നലെ തിങ്കളാഴ്ചത്തെ വിശ്വാസം പോരാ, ഇന്ന് ചൊവ്വാഴ്ച. ഫെയ്ത്ത് ഗ്രോസ് അക്കോർഡിംഗ് ടു ദി ക്രോണോളജിക്കൽ ഏജസ്. ഫെയ്ത്തിനോടൊരു പ്രത്യേകത, നമ്മുടെ ഈ സാധാരണ കലണ്ടർ ദിവസമില്ലേ, ക്രോണോളജിക്കൽ ഡേയ്സ്, ഈ കലണ്ടർ ഡേയ്സിനെ വരെ എങ്കിലും അത്രയും അപ്ഡേഷൻ നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടായാലേ നമ്മൾ തോക്കാതിരിക്കത്തുള്ളൂ. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? വിശ്വാസത്തിൽ നമ്മൾ തോക്കാതിരിക്കണമെങ്കിൽ നമ്മളുടെ ഫെയ്ത്ത് അപ് ടു ദി മാർക്ക് കലണ്ടർ ഡേയ്സ് എങ്കിലും ആയിട്ട്, ഇപ്പം നിങ്ങൾക്ക് 34 വയസ്സുണ്ടെങ്കിൽ 34 വയസ്സിൻ്റെ ആ വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. ഇനി ഫെയ്ത്തിൻ്റെ ഒരു പ്രത്യേകത, ചിലർക്ക് 34 വയസ്സേ ഉള്ളെന്ന് വിചാരിക്കുക, പക്ഷെ അവർക്ക് 60 വയസ്സിൻ്റെ ഫെയ്ത്ത് ഉണ്ടാകും. ഫെയ്ത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഫെയ്ത്ത് ആർജിക്കുന്നതനുസരിച്ച് വിശ്വാസം അറിയാമല്ലോ. വിശ്വാസം എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ ശരീരം എങ്ങനെയാണ് വളരുന്നത്? ബോഡി ഗ്രോസ് ബൈ ഈറ്റിംഗ് ബോഡീസ്. ശരീരം മറ്റ് ശരീരങ്ങളെ ഭക്ഷിച്ചാണ് നമ്മുടെ ശരീരം വളരണത്, അല്ലേ? മത്സ്യത്തിൻ്റെ ശരീരം നമ്മൾ ഭക്ഷിക്കും, പയറ്, അല്ലേ, അരി, എല്ലാം ഒരു ശരീരമാണ്. അഗ്രികൾച്ചർ ബോഡീസ് എല്ലാം ഞാറിൻ്റെ ശരീരമാണ് നെല്ലെന്ന് പറയണത്. അപ്പോൾ ഇത് ഭക്ഷണം ചോറ് കഴിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് എടുത്ത് നമ്മൾ വളരും. പയറാണെങ്കിൽ പ്രോട്ടീൻ എടുത്ത് വളരും. അപ്പോൾ ഇതെല്ലാം ദൈവം ഉദ്ദേശിക്കുന്ന ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കോശ സംവിധാനങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ഫുഡാണ്. അതുകൊണ്ടാണ് നമ്മൾ സമീകൃത ആഹാരം എന്നൊക്കെ പറയുന്നത്. കാര്യം എല്ലാ അവയവങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ഫുഡാണ്. ഇപ്പം നമ്മൾ വഴുതനങ്ങ തന്നെ കുറേ കഴിക്കണേ കണ്ണടിച്ചു പോകും, കണ്ണിനെതിരാണത്. ഇപ്പോൾ ഒരു സാധനം തന്നെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ആ ഒരവയവം പോകും. അപ്പം അതുകൊണ്ട് എപ്പോഴും വരുന്ന ഒരു വിഷയം, ഇതുപോലെ തന്നെ നമ്മുടെ ശരീരം മറ്റ് ശരീരങ്ങൾ ഭക്ഷിച്ച് വളരണ പോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസവും. ദൈവം നീട്ടിത്തരുന്ന ജീവിത അനുഭവങ്ങളിൽ വിശ്വാസം വളരണത് വിശ്വാസം പ്രഖ്യാപിച്ചാണ് വളരണത്. എപ്പോഴും ഓർത്തേക്കണം. വിശ്വാസം വളരണത് ഇപ്പം അച്ഛൻ നിങ്ങളോട്, ഇപ്പം ഞാൻ ഇങ്ങനെ പറയും, നിങ്ങൾ അപ്ഡേഷൻ ഉണ്ടാക്കണം, ക്രോണോളജിക്കൽ ഇയറുമായിട്ട് നിങ്ങളുടെ ഫെയ്ത്ത് ഇയർ അപ്ഡേറ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ അതിനൊക്കെ കവിഞ്ഞ് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ കലണ്ടർ ഡേയ്സിനേക്കാൾ താഴെയാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ നിങ്ങൾ തോറ്റുപോയി. തോറ്റ വിശ്വാസമുള്ള ആൾക്കാർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ വിഷയം അവതരിപ്പിക്കാൻ പാടായിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് ഗ്രീൻ കാർഡ് കിട്ടണമെന്ന് പറയും. ഇപ്പോൾ ഗ്രീൻ കാർഡ് കിട്ടണമെന്ന് പറയുമ്പോൾ അവർ പോയിൻറ്റ്സാണ് പറയണത്, പോയിൻറ്റ്സ്. അപ്പോൾ ചിലപ്പോൾ സമയത്ത് നിങ്ങൾ ഇക്കണോമിക്കായിട്ട് സബ്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആളല്ലെന്നുണ്ടെങ്കിൽ ആ മേഖല പോയിൻറ്റ്സ് കുറയും. അപ്പോൾ ഗ്രീൻ കാർഡ് കിട്ടത്തില്ല, അപേക്ഷിക്കാൻ പോലും പറ്റത്തില്ല. ഇതുപോലെ നിങ്ങളുടെ പോയിൻറ്റ്സ് എന്താണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഫെയ്ത്തിൻ്റെ കാര്യത്തിൽ അതറിയണത്. പോയിൻറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രോഗത്തിന് വേണ്ടിയോ വേറെ ഒന്നിനു വേണ്ടിയും പ്രാർത്ഥിക്കാൻ പാടായിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതിനാണ് ഈ അപ്ഡേഷൻ വരേണ്ടത്. വചനം പ്രഘോഷിക്കപ്പെടേണ്ട കാര്യം അതാണ്. ഓരോ വചനം പ്രഘോഷിക്കപ്പെടുമ്പോഴും നമുക്ക് അത് സ്വീകരിക്കുന്നവർക്കെല്ലാം അപ്ഡേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാര്യം സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും എന്ന് പറഞ്ഞ വചനം ആൾക്കാരെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതെപ്പോഴും വളരെ ഡേഞ്ചറസ് സോണാണത്. വചനം നൽകണതും നിങ്ങൾ ധ്യാനത്തിന് വരുന്നതും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇപ്പോൾ വചനം പങ്കെടുക്കുന്നതും അല്ല വിഷയം. വിഷയം എന്ന് പറയുന്നത് നമ്മളത് സ്വീകരിക്കുന്നോ ഇല്ലേ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയണത്, ഇപ്പം സ്വീകരിക്കുന്നവർക്ക് എന്താ സംഭവിക്കണത്? ദൈവവചനത്തെ സ്വീകരിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കണത്?
അവനെ സ്വീകരിക്കുന്നവർക്ക് എല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകും. ഇപ്പോൾ ഓരോ വചനപ്രഘോഷം കഴിയുമ്പോഴും നമ്മുടെ കഴിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യോഹന്നാൻ 1:12 ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് സംഭവിക്കുന്നത്. പ്രോസസ്സിങ് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ യോഹന്നാൻ ബൈബിൾ തുടങ്ങണേ എങ്ങനെയാണ്? യോഹന്നാൻ 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ 1:14 വരും. അപ്പോൾ ഈ വചനത്തെ സ്വീകരിക്കുന്നവർക്ക്, കർത്താവിനെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു? ഓരോ ദിവസവും വചനം സ്വീകരിക്കുന്നവർക്ക് എന്താ? അപ്പോൾ നിങ്ങൾ ഓർക്കും ഞങ്ങൾ കാറ്റഗിസം പഠിച്ചാൽ പോരെ. ചില ആൾക്കാർ എന്നോട് പറയും, അച്ഛാ ഞങ്ങൾ നല്ല ക്രിസ്ത്യാനികളാണ്, ഇടവകയിലൊക്കെ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, കുർബാന കൂടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്, പിന്നെ എന്താ ഞങ്ങൾക്ക് കുഴപ്പം? നിങ്ങൾക്ക് മൊത്തം കുഴപ്പമാണ്. എന്താ കാര്യം? ഇത് ഏതെങ്കിലും കാലത്ത് ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ട് അതിൻ്റെ ഞായറാഴ്ച കുർബാന പങ്കെടുത്ത് വളരണ ഒരു ജീവിതമല്ല ഇത്. ഇത് കപ്പാസിറ്റി ഉണ്ട്, ഇതിന് കഴിവെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയെല്ലാം നമ്മളിപ്പോൾ ജ്ഞാനസ്നാനപ്പെട്ടതും സ്ഥൈര്യലേപനം സ്വീകരിച്ചതും അല്ലെങ്കിൽ ഓരോരുത്തർ വിവാഹമെന്ന കുദാശയോ തിരുപ്പട്ട കുദാശയോ ഒക്കെ സ്വീകരിച്ചെങ്കിലും ഇതിൻ്റെ സ്വീകരിച്ചതിൻ്റെ ദൈവവിളിക്ക് അനപേക്ഷണീയമായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള വളർച്ച അത് കൈവരിക്കുന്നത് വചനം സ്വീകരിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 1:12 പറയും. എന്താ പറയണത്? ഏറ്റു പറഞ്ഞ്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ഒന്നിന് പറഞ്ഞേ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പോൾ കഴിവാണ് പ്രശ്നം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിവ് വർദ്ധിപ്പിക്കണം. ഓരോ സമയത്തും അവൻ്റെ കഴിവ് വർദ്ധിക്കണം, ഓരോ ദിവസവും. എന്തിനുള്ള കഴിവാണ്? ദൈവമക്കളാകാനുള്ള കഴിവാണ്. അപ്പോൾ ഈ കഴിവ് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ഇപ്പോൾ കൊറോണ ബാധിച്ചെന്നും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഇനി പള്ളി അടച്ചിട്ടിരിക്കുകയല്ലേ, അപ്പോൾ ഇനി പള്ളി തുറക്കുമ്പോൾ കുർബാന കൂടിയാൽ മതിയല്ലോ. ചില ആൾക്കാർ കുമ്പസാരിക്കണത്, അയ്യോ പള്ളി അടച്ച് കൊറോണ അല്ലേ, എങ്ങനെ കുമ്പസാരിക്കണത്? അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് തട്ടാമുട്ടി ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓരോ വകുപ്പുകളാണ് അവനെ തീരുമാനിക്കുന്നത്. കാര്യം ഇതെന്ന് പറയുന്നത് ഒരു ടെസ്റ്റിംഗ് ടൈമാണ്. ഈ ടെസ്റ്റിംഗ് ടൈമിൽ തന്നെ ഈ കൊറോണയുടെ ഒറ്റ കുർബാനയും മുടക്കാത്ത ആൾക്കാരുണ്ട്. സഭയിൽ ഒരു കുർബാനയും മുടക്കാത്ത ആൾക്കാരുണ്ട്. ഈ കാര്യം ഇപ്പോൾ എൻ്റെ ഈ വിജയകുമാർ എന്ന് പറയുന്ന എൻ്റെ സഹപ്രവർത്തകൻ എന്നെ വിളിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഇന്നത്തെ ദിവസം അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇന്ന് ആദ്യ ചൊവ്വാഴ്ച അല്ല അച്ഛാ, ഇന്ന് എൻ്റെ ഫീസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് ശരിയാണില്ല, ഇന്ന് വിജയകുമാറിൻ്റെ ഫീസ്റ്റാണ്. എന്താ കാര്യത്തിൽ വിജയകുമാർ ജ്ഞാനസ്നാനപ്പെട്ടപ്പോൾ സ്വന്തമായിട്ട് എടുത്ത പേരാണ് മാത്യു. ബ്രദർ മാത്യു വിജയകുമാർ എന്നാണ്. മാത്യു ആരാണ്? ബിസിനസ്സുകാരനാണ്. ബൈബിളിലെ ബിസിനസ്സുകാരനാണ് മാത്യു. അപ്പോൾ പുള്ളിക്കാരൻ ബിസിനസ്സുകാരനായതുകൊണ്ട് പുള്ളി സ്വന്തമായിട്ട് തനിക്ക് പറ്റിയൊരു വിശുദ്ധനെ എടുത്തതാണ്. പക്ഷേ വെറുതെ ഭംഗിക്കെടുത്തതല്ല. ആ മനുഷ്യന് ഇന്ന് സെൻറ്റ് മാത്യുവിൻ്റെ ഫീസ്റ്റ്, അതാണ് അച്ഛൻ ചുവപ്പൊക്കെ കൊടുത്ത് കുർബാനയിലേൻ്റെ കാര്യം അതാണ്. ജോസഫിളെല്ലാം ചുവപ്പല്ലേ, സെൻറ്റ് മാത്യു രക്തസാക്ഷിയാണ്. പക്ഷേ അങ്ങേർക്കറിയാം എന്താണ്, അങ്ങേര് സെൻറ്റ് മാത്യുവിൻ്റെ പേരുകാരനാണ് എന്ന്. അതുകൊണ്ട് തന്നെ അപ്പോസ്തല വിഷയങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത് ഒരു ഡ്യൂട്ടിയാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹം ഇന്ന് വരെയുള്ള ദൈവാനുഭവങ്ങളെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്റ് മാത്യുവിനെ പോലെ ഇന്ന് വരെയുള്ള ദൈവാനുഭവങ്ങളെല്ലാം. ഈ മനുഷ്യൻ ഈ 1.5 കൊല്ലമായിട്ട് പള്ളി അടച്ചിട്ടിട്ടും അങ്ങേര് കുർബാന സ്വീകരിക്കാത്ത ദിവസമില്ല. അതാണ് പ്രശ്നം. ചില അച്ഛന്മാർ കുർബാന എല്ലാ ദിവസവും ഉണ്ട് കൊറോണയ്ക്ക്, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയണില്ല. പക്ഷേ ഈ വിജാതീയനായ മനുഷ്യൻ വിശ്വാസം സ്വീകരിച്ചിട്ട് ഇന്ന് വരെ കൊറോണയ്ക്ക് കുർബാന കൂടാത്ത ദിവസം മാത്രമല്ല, കുർബാന സ്വീകരിക്കാത്ത ദിവസമില്ല.
ഇതാണ് വിഷയം. നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ പണിയായിരിക്കും. കാര്യം എന്താണ്? അവർ വിശ്വാസത്തിന് സത്യസന്ധമായ രീതിയിലാണ് മറുപടി പറയണത്. വളരെ സീരിയസ് ആയിട്ട് എല്ലാ കാര്യത്തിലും വിജിലൻ്റാണ് ആ വിഷയത്തിനെ. അപ്പം അതുകൊണ്ട് ഈ വിശ്വാസത്തെ, വചനത്തെ സ്വീകരിക്കുന്നതനുസരിച്ച് ഇപ്പം ഞാനും ഈ മനുഷ്യനും കൂടി പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ തീർത്ഥയാത്രക്ക് പോയിട്ടുണ്ട്. ആ സമയങ്ങളെല്ലാം എന്നോട് വചനങ്ങളെക്കുറിച്ച് ചോദിക്കും. ഞാൻ 1.5 മണിക്കൂർ, 3 മണിക്കൂർ, 6 മണിക്കൂർ വരെ പുള്ളിയോട് വചനം സംസാരിച്ചിട്ടുണ്ട്. ഒറ്റ മുറി ഇരുന്ന്, ട്രെയിനിൽ ഇരുന്ന്, അതുപോലെ തന്നെ കാറിലിരുന്നും ഒക്കെ. അപ്പോൾ എന്ത് കൊതിയോട് കൂടിയാണ് ഈ മനുഷ്യൻ വചനം സ്വീകരിക്കുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ അത് തോന്നണതേ, ഇപ്പോഴും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കൂട്ടായ്മ ഉണ്ട്. അങ്ങേരാണ് എന്നോട് പറഞ്ഞത് ഗൂഗിൾ മീറ്റ് തുടങ്ങാൻ പറഞ്ഞത്. അല്ല, വേറെ ആരും പറഞ്ഞില്ല. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, അച്ഛൻ ഞാൻ ഗൂഗിൾ മീറ്റ് തുടങ്ങിയിട്ടുണ്ട്, വചനപ്രഘോഷണം ഗൂഗിളിലൂടെ അച്ഛൻ തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് എൻ്റെ വഴി പറഞ്ഞു തന്നു. അപ്പോഴേ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് കൊറോണയാണെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസുമില്ല. ഇങ്ങനെയുള്ള ഭീഷണി നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ഭീഷണി എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജിഹാദൊന്നും അല്ല. നമ്മുടെ മുമ്പിലുള്ള ഭീഷണി എന്ന് പറയുന്നത് ഇന്നലെ വിശ്വാസം സ്വീകരിച്ചവൻ നമ്മളെക്കാൾ മിടുക്കനായിട്ട് കർത്താവിൻ്റെ ജോലി ചെയ്യുന്നു എന്നുള്ളത് ഒരു ആത്മീയ ഭീഷണിയാണ്. ഇന്നലെയും മെനയെന്നൊക്കെ വിശ്വാസം സ്വീകരിച്ച് വന്നവരെ നമ്മളെക്കാൾ അതിശക്തമായ രീതിയിൽ കർത്താവിൻ്റെ ദൈവമക്കളാകാനുള്ള കഴിവ് നേടിക്കൊണ്ടിരിക്കുന്നു. അതാണ് യോഹന്നാൻ 1:12. എന്താ 1:12 പറയണത്? തൻ്റെ നാമത്തിൽ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, ഏറ്റു പറഞ്ഞേ, തൻ്റെ നാമത്തിൽ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, എൻ്റെ വചനം സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ വചനം സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പോൾ ഇത് കഴിവാണ്. കഴിവെന്ന് പറയുമ്പോൾ ഇതിങ്ങനെ കഴിവ് ഓരോരോ ഘട്ടങ്ങളിൽ കഴിവ് വളർന്നുകൊണ്ടേ ഇരിക്കുക. ഓരോരോ കൊല്ലം ചെല്ലും തോറും നമ്മുടെ കഴിവിങ്ങനെ ദൈവതിരുസന്നിധിയിലുള്ള കൃപയുടെ കഴിവ് വളർന്നുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഓരോ വചന പ്രഘോഷണം കഴിയുമ്പോഴും വചനപ്രഘോഷത്തിലൂടെ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ദൈവമകളാകാനും ദൈവമകനാകാനുമുള്ള എൻ്റെ കഴിവിനെ അങ്ങ് ഈ നിമിഷം വർദ്ധിപ്പിക്കണമേ. ഈ വചനത്തെ ഏതവസ്ഥയിലും നമുക്ക് സ്വീകരിക്കാം എന്നാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമ്മളുടെ ഏതവസ്ഥയിലും ഈ വചനത്തെ സ്വീകരിക്കാം. ചില ആൾക്കാർ പറയും കൊറോണ എല്ലാം കഴിയട്ടെ, അല്ലെങ്കിൽ മൂത്ത മകൾ കല്യാണം കഴിഞ്ഞ് അവളെ പ്രസവിച്ച് വീട്ടിൽ കിടക്കുകയാണ്, അവളുടെ ജ്ഞാനസ്ഥാനം കഴിഞ്ഞ് അവൾ പോകട്ടെ, പോയിട്ട് അല്ലെങ്കിൽ ഇപ്പോഴെല്ലാം നമ്മളിവിടുന്ന് വാടക മാറിപ്പോകാൻ പോവുകയാണ്, ഇപ്പം അതുകൊണ്ട് ഈ വാടകയൊക്കെ മാറി പുതിയ വീട്ടിൽ ചെല്ലട്ടെ, ഇങ്ങനെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, പിള്ളേർക്കെല്ലാം അഡ്മിഷൻ കിട്ടി അവർ സ്കൂളിലോട്ട് പോട്ടെ അല്ലെങ്കിൽ കോളേജിലോട്ട് പോട്ടെ, എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ പ്രാർത്ഥന തുടങ്ങാം. അതായത് ഇത് ഒരു ഭയങ്കര അപകടകരമായൊരു തീരുമാനമാണ്. കാര്യം നമ്മളുടെ വിഷയങ്ങളെല്ലാം സെറ്റായതിന് ശേഷം നമ്മൾ കർത്താവിൻ്റെ കാര്യം സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ശരിക്കും നമുക്ക് നാളെ കാലങ്ങളിലെ ഗ്രേഡ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഒത്തിരി താഴെ വരുന്ന ഒരു തരം വിശ്വാസികളാണ്. അങ്ങനെയല്ല. ഞാൻ എപ്പോഴും ഓർക്കുന്നത് എന്നെ കർത്താവിൻ്റെ വചനം സ്വീകരിക്കുന്നതിനെ, ഇപ്പം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ എന്താണ് യോഹന്നാൻ 1:12 എന്താ വചനം? അവനെ സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ഇപ്പം നമ്മൾ ജ്ഞാനസ്ഥാനം എന്ന കൂദാശ
എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ നിർവചനം എന്താണ്? അതായത് ഉൽപ്പദോഷം നീക്കി കർമ്മദോഷം ഉണ്ടെങ്കിൽ അത് നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവരാജ്യത്തിൻ്റെ അവകാശികളുമാക്കി തീർക്കുന്ന കൂദാശയാണ് ജ്ഞാനസ്നാനം. അവിടെ എന്താ സംഭവം? നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ ഉൽപ്പദോഷം മാറ്റി കർമ്മദോഷവും നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളുമാക്കി തീർക്കുന്ന കൂദാശയാണ്, ദൈവരാജ്യത്തിൻ്റെ അവകാശികളും. ഇപ്പം രണ്ട് കാര്യം അവിടെ ഉണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ മക്കളാക്കുന്നു, പിന്നെ മക്കളാണെങ്കിൽ പിന്നെ ഇനി വളരേണ്ടി വരും നമ്മളല്ലേ. മക്കൾ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ ഉണ്ടപ്പക്രുവിനെ പോലെ 47 വയസ്സുകൊണ്ട് 8 വയസ്സിൻ്റെ പൊക്കം ഉണ്ടായാൽ പറ്റത്തില്ലല്ല, മക്കൾ വളരണ്ടേ. അപ്പം ദൈവത്തിൻ്റെ മക്കൾ വളരണം. ഇപ്പം നിങ്ങൾ പറയും നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വളരാം ആത്മീയ, അങ്ങനെയല്ല. പ്രശ്നത്തെ കഴിച്ചാണ് നമ്മൾ വിശ്വാസത്തിൽ വളരണത്. ബോഡി, അച്ഛൻ ആദ്യമേ പറഞ്ഞില്ലേ, ബോഡി ഗ്രോസ് ബൈ ഈറ്റിംഗ് ബോഡീസ്. നമ്മളെ ശരീരം കഴിച്ചാണ്, മറ്റ് വസ്തുക്കളുടെ ചെടികളുടെയൊക്കെ ശരീരം കഴിച്ചാണ് നമ്മുടെ ശരീരം വളരണത്. അതുപോലെ വിശ്വാസത്തിൽ ദൈവമക്കളിൽ വളരണത് എങ്ങനെയാണ്? പ്രശ്നങ്ങളെ കഴിച്ചിട്ടാണ്. പ്രശ്നങ്ങളില്ല, നമുക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടാവില്ല ഓരോരുത്തർക്കും. ഒരിക്കലും സമാധാനത്തിൽ ദൈവകൃപ വളരത്തില്ല. എപ്പോഴും വളരണത്, നല്ല മുന്തിയ നിലവാരത്തിൽ വളരണത് എപ്പോഴും ഇപ്പോൾ പോഷക ഗുണമുള്ള ആഹാരമുണ്ട്, പോഷക ഗുണം കുറഞ്ഞ ആഹാരങ്ങളുണ്ട് ഇല്ലേ? പോഷക ഗുണമുള്ള ആഹാരമുണ്ട്. ഇപ്പം നിങ്ങൾ പറയും വെള്ളച്ചോറ് കഴിക്കണ്ട, ഡോക്ടർമാർ പറയും വെള്ളച്ചോറ് കഴിക്കണ്ട, അതൊക്കെ എല്ലാം എക്സിസ്റ്റായിട്ട് പുകയേ ഉള്ളൂ, ഒന്നും നിങ്ങൾക്ക് ശരീരത്തിൽ കിട്ടത്തില്ല. ചുവപ്പ് ചവറുള്ള ചോറ് കഴിക്കാൻ പറയും, അതിൽ നിന്ന് വല്ല പ്രോട്ടീനോ വല്ലതും കിട്ടുമെന്ന് പറയും. അപ്പോഴേ നോക്കിയേ, ചോറിൻ്റെ കളർ മാറിയപ്പോൾ തന്നെ അതിൻ്റെ ഗുണാംശം മാറി. ഇതുപോലെ ഈ ജീവിതത്തിലും ദൈവത്തിൽ വളരണമെങ്കിൽ സമാധാനപരമായിട്ട് പോയാൽ ഒരിക്കലും നമ്മൾ ദൈവത്തിൽ വളരത്തില്ല. ജീവിതത്തിലെ അസ്വസ്ഥതകളെ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ, നല്ല സാക്ഷ്യമാണ്. സാധാരണ ഗ്രേഡിനേക്കാൾ 1-2 പോയിൻ്റ് കൂടുതൽ ഉള്ള ഒരു സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ജോയ്സി എന്നും പറഞ്ഞൊരു മോളാണ് സാക്ഷ്യം പറഞ്ഞത്. ഉള്ള വീട് മലയാറ്റൂരാണ്, ഇപ്പോൾ താമസിക്കുന്നത് ലണ്ടനിലാണ്. അപ്പോൾ ഈ വൈകുന്നേരം പാടിവിടെ തീർത്ഥയാത്രയുണ്ട്, മരിയൻ തീർത്ഥയാത്രയുണ്ട്. ഇപ്പോൾ മരിയൻ തീർത്ഥയാത്രയുടെ ഒരു ഭാഗം ഓസ്ട്രേലിയ, ഇറ്റലി, അതുപോലെ തന്നെ അമേരിക്ക, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉടമ്പടി എടുത്തവരുടെ സാക്ഷ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ അവരവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് പറയും, നമുക്കിവിടെ കിട്ടിയിട്ട് നമ്മളിത് ഓൺലൈനായിട്ട് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും സാക്ഷ്യം കേൾക്കും. ഈ കാലം എന്തൊരു രസമാണ് ശരിക്കും. കൊറോണയെ തോൽപ്പിക്കുന്ന വചനപ്രഘോഷമാണ് നടക്കുന്നത്. എന്താണ്? വീട്ടിൽ നിന്ന് ലണ്ടനിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും വീട്ടിലിരുന്ന് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുമ്പോൾ അവർ കാണുന്ന കൃപാസന ആൾക്കാരെ ഇതിലേട്ടാണ് സംസാരിക്കുന്നത്. അവരെ കാണാം, ഇവരെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ലോകം മുഴുവനും ഇവർ തത്സമയം കാണുകയും. അപ്പോൾ ഓസ്ട്രേലിയ വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ അതിന് വിത്ത് കമൻട്രി കൃപാസനത്തിൽ നിന്ന് അവരെ കമൻട്രി സ്വീകരിച്ചിട്ട് സാക്ഷ്യം സ്വീകരിച്ചിട്ട് അതിന് സാക്ഷ്യത്തെ കമൻറ്റ് ചെയ്തിട്ട് വിശ്വാസികൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ജോയ്സ് പറയണത് പറഞ്ഞതാണ്, അവർ ഭർത്താവും ഭാര്യയുണ്ട്, ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരുമിച്ച് താമസിക്കണം. അതിനുവേണ്ടി അവർ ഭർത്താവിൻ്റെ ജോലി രാജിവെപ്പിച്ചിട്ടാണ് ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട് ലണ്ടനിൽ പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴുണ്ടാകുന്ന പ്രശ്നം ഈ IELTS ഗുരുതരമായ പ്രശ്നമാണ്. കാരണം സ്പീക്കിങ്ങിൽ ഭയങ്കര പ്രശ്നം. ജോയ്സിനെ ഒരിക്കലും രക്ഷപ്പെടാറില്ല. അങ്ങനെ പലത് എഴുതി തോറ്റു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ആൾക്കാരെല്ലാം ഇവളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. കാര്യം നീ ഭർത്താവിൻ്റെ ജോലിയും കളഞ്ഞ് നീക്കാൻ ജോലി കിട്ടിയിട്ടില്ല, ഇത് എന്നാ ഉദ്ദേശിക്കണത്, തലക്ക് വട്ടാണെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇവർക്ക് പ്രാന്ത് പിടിക്കാൻ.
അപ്പോൾ ആ ഇടയ്ക്ക് എന്തിങ്ങനെ ഒരു പ്രശ്നം എന്ന രീതി കണ്ടില്ലേ. അപ്പോൾ ഉടനെ കൃപാസനത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഇവിടെ യൂട്യൂബിലോട്ട് കയറ്റി യൂട്യൂബിലെ മുഴുവൻ സാക്ഷ്യങ്ങളും കേട്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സാക്ഷ്യം പറയണത് നിങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക വെച്ചാൽ പണ്ട് മുതലേ എനിക്ക് കർത്താവ് തന്ന ഒരു ഈ ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി കർത്താവ് പല കാലങ്ങളിൽ പലതരത്തിലുള്ള ദൈവിക പരിപാലനയുടെ ആത്മീയ ഘടകങ്ങൾ എനിക്ക് കാണിച്ചു തരുന്നത്. ഒന്ന് ഡേറ്റാണ്. ഇപ്പോൾ കൃപാസനത്തിൽ തന്നെ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ സമയഘടികാരം നെഞ്ചിച്ചാർത്തിയാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ജോയിസിക്ക് മനസ്സിലങ്ങനെ കൊണ്ട്. അപ്പോൾ ഡേറ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യം പറയണതല്ല, പറയുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കത് കൊണ്ടിട്ടുണ്ടെങ്കിൽ സ്വാധീനിച്ച അതിൻ്റെ അർത്ഥം അവരെ ദൈവം ആ സമയത്ത് അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജോയിസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബോധ്യം കിട്ടി. എന്നാൽ ഇനിയിപ്പോൾ ഇത്ര നാളെ തോറ്റില്ലേ, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ, ഇനി ഡേറ്റ് അച്ഛൻ പറഞ്ഞ പോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ അവർ എന്ത് ഡേറ്റ് ഇട്ട്, ഡിസംബർ 5 എന്ന് പറഞ്ഞ് ഡേറ്റ് ഇട്ട്. അപ്പോൾ ഡിസംബർ 5 എന്നും പറഞ്ഞ് ഡേറ്റ് ഇട്ട് IELTS-ൻ്റെ. അപ്പോൾ ഇങ്ങനെ ഡേറ്റ് ഇട്ട് പിന്നീട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സെപ്റ്റംബർ കഴിഞ്ഞ് നവംബർ 18-ാം തീയതി ആയപ്പോൾ പെട്ടെന്ന് രാത്രി മൊബൈലടിച്ച് ആരെ വിളിച്ചതാണ്. പക്ഷേ വിളിച്ചപ്പോൾ വിളിച്ച ആളില്ല. നോക്കുമ്പോൾ 11:23 സമയം 11:23. അപ്പം അത് വലിയ അക്ഷരങ്ങൾ കണ്ട കാരണം ഇവൾക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദിസ് ഈസ് യുവർ ഡേറ്റ് എക്സാം. പക്ഷേ അപ്പോഴവർക്ക് മനസ്സിലായി 11 എന്ന് പറയണത് നവംബർ മാസവും 23 ഡേറ്റുമാണ്. 11 നവംബർ മാസം. അപ്പോൾ അവൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ 11 നവംബർ മാസം ഡേറ്റ് എടുക്കാം, IELTS-ന് ഡേറ്റ് ഉണ്ടാകുന്ന നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡോട് പറഞ്ഞ് 11:23 അമ്മ രാത്രി കാണിച്ചതാണിത്, അതുകൊണ്ട് നമുക്ക് 11 നവംബർ 11-ാം മാസമായ നവംബർ മാസം 23-ാം തീയതി ഡേറ്റ് എടുക്കാവുന്നു. അപ്പോൾ ഇവൾ നേരത്തെ ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ട്, എന്താണ് ഡിസംബർ 5, അതാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നവംബർ മാസം പരീക്ഷക്കാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്, പരീക്ഷ ഡേറ്റാണ്. പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ 18 അല്ലെങ്കിൽ അതിനുശേഷം നവംബർ 20, 21, 22, 3 ദിവസം ഇവൾ ലീവ് എടുക്കേണ്ടതിനാണ് ഈ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ലീവ് എടുക്കുന്നത്. പക്ഷേ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഒരിക്കലും സ്പീക്കിംഗ് ശരിയാകത്തില്ല. പണ്ട് അങ്ങനെയാണ് സംഭവിച്ചത്. സ്പീക്കിങ്ങിനാണ് എപ്പോഴും ആ മൊഡ്യൂളിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അമ്മ ഇങ്ങനെ ഡേറ്റ് ഇട്ടതിന് ശേഷം അമ്മയ്ക്ക് ഡേറ്റ് ഏൽപ്പിച്ചതിന് ശേഷം ജോയ്സ് പറയണേ, ഞാൻ സാഹിബിമാർ സംസാരിക്കാൻ തുടങ്ങിയെന്ന്. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ബൈബിളിൽ ഒരു പാസേജ് പറയാൻ പറഞ്ഞു, ഒരു കഥ പറയാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫോണറ്റിക്സൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് ഇവിടെ സംസാരിക്കുകയാണ്. ഞെട്ടിപ്പോവും. അതായത് കഴിവാണിത്. ഇപ്പം ദൈവമക്കളാകാനുള്ള കഴിവെന്ന് പറയത്തില്ലേ. ഇപ്പം തൻ്റെ നാമത്തിൽ തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്നാണ്. അപ്പോൾ ദൈവമക്കളുടെ ഇത് എപ്പോഴും വിശ്വാസമെന്ന് പറയുമ്പോൾ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലാം നമ്മളുടെ കഴിവ് അങ്ങോട്ട് വർദ്ധിപ്പിക്കും. അത് എന്ത് തരത്തിൽ, ആത്മീയമായാലും ശരി ഭൗതികമായാലും ശരി, കഴിവ് വർദ്ധിപ്പിക്കും. 2 തരത്തിലുള്ള കഴിവാണിത് വർദ്ധിപ്പിക്കുന്നത്. വചനത്തിൻ്റെ പ്രത്യേകതയാണ്. 2 തരത്തിലുള്ള കഴിവ് വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഇവളിങ്ങനെ സായിപ്പന്മാരെപ്പോലുള്ള ഫോണറ്റിക്സും ആ പ്രൊനൗൺസിയേഷനൊക്കെ അടിച്ചു പൊളിച്ച് സംസാരിച്ച് ഉള്ളിൽ കെട്ടില്ല, സങ്കടമില്ല, ഭാരമില്ല, ഒന്നുമില്ല. ചുമ്മാ പുഷ്പം പോലെ പോയി അങ്ങനെ പരീക്ഷയ്ക്ക് സ്പീക്കിങ്ങിന് പറയും. 7.5 സ്കോർ ചെയ്യും. ആ സ്കോർ ചെയ്ത റിസൾട്ട് തന്നെ എന്നാണെന്നറിയാമോ? റിസൾട്ട് വന്നത് ഡിസംബർ 5. അതാണ് ഡേറ്റ്, ഇട്ടേക്കുന്ന ഡേറ്റ് അതാണ്. ഈ അമ്മ പറഞ്ഞത് ഡിസംബർ 5 എന്ന് പറയുമ്പോൾ IELTS-ന് 13 ദിവസം വേണം റിസൾട്ട് വരാൻ. ആ ഡേറ്റാണ് പരീക്ഷയ്ക്ക് കൊടുത്തിരിക്കുന്നത്, നവംബർ 23. അപ്പോൾ ഇവൾ എന്നിട്ട് പിന്നെ വേറെ ഒരു അത്ഭുതം പറയും. അനുഭവം പറയണത് വെച്ചാൽ അത് കേൾക്കാൻ നല്ല രസമാണ്. യൂട്യൂബിലുണ്ടത്, യൂട്യൂബിൽ ഇട്ടിട്ടില്ലെന്നതാണ്. എന്നുവെച്ചാൽ കുറേ കാലം മുമ്പ് ദേവാലയത്തിൻ്റെ മുകളിൽ ഒരു ചാര നിറത്തിലുള്ള മാതാവ് നിൽക്കുന്നു, കൂടെ
ചിറകുള്ള ഒരു മാലാഖയിൽ നിൽക്കുന്ന ആ ഒരു സന്ദേശം. ഇപ്പം ഈ മാതാവിനെയാണ് പിന്നീട് ആരോട് ചോദിച്ചിട്ട് ആർക്കും അറിയത്തില്ല ഇങ്ങനെ ചാരനിറവടുത്ത മാതാവ്. പിന്നെയാണ് അത് കൃപാസനം മാതാവാണെന്ന് തിരിച്ചറിയണത്. ഇത് പറഞ്ഞിട്ട് ജോയിസ് ഒരു കാര്യം പറയും, ഇപ്പം എനിക്ക് തോന്നുന്നത് മാതാവ് എൻ്റെ കൂടെ തന്നെയോ ഉണ്ടെന്നാണ് തോന്നണത്. ആ സാക്ഷ്യത്തിലുണ്ട്, മാതാവിൻ്റെ കൂടെ തന്നെയോ ഉണ്ടെന്നാണ് തോന്നണതെന്ന്. എന്ന് വെച്ചാൽ ഈ ദൈവവുമായിട്ടുള്ള യാത്രയിൽ അത് സത്യസന്ധമായ യാത്രയാണെങ്കിൽ നമുക്ക് കൂടെ ഫീൽ ചെയ്യും, കൂടെ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ദൈവം കൂടെ നിൽക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യണം. ദൈവം കൂടെ നിൽക്കണ പോലെ ഫീൽ ചെയ്യണം. ഇപ്പം നമ്മൾക്കിത്, അതായത് ക്രിസ്ത്യൻ ആധ്യാത്മികതയിലെ തന്ത്രമന്ത്രങ്ങളും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. സത്യസന്ധമായ ദൈവത്തെ സ്നേഹിക്കുന്നൊരു ഹൃദയം നിനക്കുണ്ടാകണം, അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അല്ല വേറെ ഒരു തരത്തിലുള്ള ജിംനേഷ്യമോ അല്ലെങ്കിൽ യോഗ പോലെയുള്ള എക്സസൈസുകളോ ഒന്നും ക്രിസ്ത്യാനിറ്റി ഇല്ല. ക്രിസ്ത്യാനിറ്റിയിൽ എന്താണ്? സത്യസന്ധമായി നീ ഒന്ന് സ്നേഹിച്ച് നോക്കണം, അപ്പോൾ ദൈവം കൂടെ നിൽക്കണ, അപ്പോൾ നിനക്കത് ഫീൽ ചെയ്യും. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് എൻ്റെ കൂടെ നിൽക്കുന്ന പോലെ, എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന പോലെ, എനിക്കെപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലെ എന്നെ നീ വളർത്തണമേ. എൻ്റെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ. കർത്താവേ, ദൈവ മക്കളാകാനുള്ള കഴിവെനിക്ക് നൽകണമേ. കർത്താവ് കൂടെ ഉണ്ടാവുക, അതാണ് മോള് അവസാനം പറഞ്ഞത്. കർത്താവിൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യണമെന്ന് എപ്പോഴും. എൻ്റെ മക്കളെ, അൾട്ടിമേറ്റായിട്ട് വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി, അൾട്ടിമേറ്റായിട്ട് വാട്ട് ഈസ് ഹെവൻ, ഹെവൻലി എക്സ്പീരിയൻസ്, സ്വർഗത്തിൻ്റെ അനുഭവം എന്ന് പറയണതും ദൈവത്തിൻ്റെ അനുഭവം എന്ന് പറയണതും അടിസ്ഥാനപരമായിട്ട് എന്താണ്? കർത്താവ് കൂടെയുള്ള അനുഭവമാണ്. നമുക്കിങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? കർത്താവ് കൂടെ വരാൻ വേണ്ടി ഈ പ്രശ്നം ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനെ നീ ചേർത്ത് നിൽക്കാൻ വേണ്ടി, കർത്താവിനോട് നിന്നെ ചേർപ്പിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയാണതെല്ലാം. ഞാൻ അങ്ങനെ ഓർക്കിയിരുന്നേ, ഈ നല്ല കള്ളനോട് ഈശോ എന്നാ പറഞ്ഞത്? നല്ല കള്ളനോടെ ഈശോ എന്നാ പറഞ്ഞത്? നീ എൻ്റെ കൂടെയുണ്ടാകും. എന്നാ ഒരു വർത്തമാനമാണ്. നമ്മളെ വിശുദ്ധ ലുക്കായുടെ സുവിശേഷം 23:42 വചനങ്ങളല്ലേ? നീ എൻ്റെ കൂടെയുണ്ടാകും. സ്വർഗമെന്ന് പറയണത് എന്താണ്? നമുക്ക് സ്വർഗത്തെക്കുറിച്ച് ഫണ്ടാസ്റ്റിക്കായിട്ട് അങ്ങനെ ഒരു എന്താണ് സർക്കാസ്റ്റിക്കായിട്ടുള്ള യാതൊരു സങ്കല്പങ്ങളുമില്ല. വളരെ സിമ്പിൾ സങ്കല്പങ്ങളേ ഉള്ളൂ സ്വർഗത്തെക്കുറിച്ച്. ക്രിസ്ത്യാനിറ്റിയിലെ സ്വർഗത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വളരെ കൃത്യമാണ്. എന്താണ്? സ്വർഗത്തിൽ എന്തുണ്ടാകത്തില്ലെന്നല്ല, ഒരു കാര്യം കർത്താവ് അഷ്വർ ചെയ്തിട്ടുണ്ട്, ജീസസ് വിൽ ബി വിത്ത് യു. പറഞ്ഞ മനസ്സിലായില്ലേ? സ്വർഗത്തിനെക്കുറിച്ച് നമുക്ക് സർക്കാസ്റ്റിക്കായിട്ടുള്ള സങ്കല്പങ്ങളൊന്നുമില്ല. നമുക്ക് വളരെ കാതലായിട്ടുള്ള ഒരു കാര്യം മാത്രം. എന്താണ്? സ്വർഗത്തിൽ ജീസസ് വിൽ ബി വിത്ത് അസ്. അത് കള്ളനോടും പറഞ്ഞവൻ, നീ എൻ്റെ കൂടെയുണ്ടാകും. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ കർത്താവേ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ നല്ല കള്ളനോട് പോലും ഈശോ പറഞ്ഞ ഏറ്റവും അവസാനം മാനസാന്തരപ്പെട്ട ഒരാളാണ് പുള്ളിക്കാരൻ, അല്ലേ? കർത്താവിൻ്റെ ഈ ഭൂമിയിലുള്ള തിരുഭാവത്തിന് അല്ലെങ്കിൽ കർത്താവിൻ്റെ ഭൂമിയിലുള്ള ട്രാൻസ്ഫിഗറേഷൻ, കുരിശിൽ സംഭവിക്കുന്ന ട്രാൻസ്ഫിഗറേഷൻ്റെ മുന്നാസ്വാദനമാണ് താബോറിൽ സംഭവിക്കുന്നത്. അപ്പോൾ കർത്താവ് ദൈവികമായ ശരീരത്തിലേക്ക് ആവഹിക്കപ്പെടുന്നതിന് മുമ്പ് ലാസ്റ്റ് മൊമെൻറ്റിലേക്ക്
ഓടി അവസാനം 11-ാമത്തെ മണിക്കൂറിൽ ഓടി വന്നിട്ട് മാനസാന്തരപ്പെട്ട മനുഷ്യനാണ് ഈ നല്ല കള്ളൻ. അവനോട് കർത്താവ് ഒരു വാക്കാണ് പറഞ്ഞത്. ഒരു സുവിശേഷം മുഴുവനും ആ വാക്കിലുണ്ട്. എന്താണ്? ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. അതാണ് വാക്ക്. 23:42 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എന്താണ്? ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും. അപ്പോൾ സ്വർഗം എന്ന് പറയണത് എന്താണെന്ന് ഈശോ ഡിഫൈൻ ചെയ്ത് വളരെ വ്യക്തമായ രീതിയിൽ വാട്ട് ഇസ് ഹെവൻ ഈശോ പറഞ്ഞു. എന്താണ്? ഞാൻ അവിടെ ഉണ്ടാകും. എങ്ങനെയുള്ള ഞാനാണ്? മരിച്ചുയർത്തെഴുന്നേറ്റ് നിനക്ക് നിത്യജീവൻ നൽകി മരണത്തിൻ്റെയും ജീവൻ്റെയും മേൽ കർത്താവായി ഞാൻ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, അപ്പോൾ അച്ഛന് വേറൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈശോ കൂടെ ഉള്ളതാണ് ഈശോ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെവനെങ്കിലേ ഈശോ ഈ ഭൂമിയിൽ നമ്മുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് സ്വർഗം എന്ന് പറയണത്. ഈശോ എപ്പോൾ കൂടെയുണ്ട് അപ്പോഴൊക്കെ ഹെവനാണ്, നമുക്ക് സ്വർഗമാണ്. ഈശോ എപ്പോഴെല്ലാം നമ്മുടെ കൂടെയുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു അപ്പോൾ വി ആർ ഇൻ ഹെവൻ. ഈശോ എപ്പോഴെല്ലാം നമ്മുടെ കൂടെയുള്ളതായിട്ട്, ഇപ്പോൾ ജോയ്സി എന്താ പറഞ്ഞത്? കർത്താവ് കൂടെയുള്ള പോലെ തോന്നണം എപ്പോഴും ആണേ. അതുകൊണ്ടുണ്ടാകുന്ന, അതായത് കർത്താവ് കൂടെയുണ്ട്. ഇപ്പം ഈ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താ? ഇപ്പോൾ നമുക്ക് അമ്മ മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ട് തന്ന ഉടമ്പടിയാണ്. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ദൈവിക ഉദ്ദേശം. കൃപാസനത്തിന് ഒരു ഉദ്ദേശമില്ല ഉടമ്പടിയുമായിട്ട്. ദൈവം തന്ന പ്രാർത്ഥനയ്ക്ക് ദൈവത്തിനാണ് ഉദ്ദേശം. എന്താ ഉദ്ദേശം? നമ്മളുടെ കൂടെ. ഇപ്പോൾ ഉടമ്പടി ചെയ്ത മോസസിനോട് എന്താ പറഞ്ഞത്? ഐ വിൽ ബി വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ഉടമ്പടി ചെയ്ത എബ്രാഹത്തിനോട് എന്താ പറയണത്? നീ എൻ്റെ മുമ്പാകെ നിൽക്കുക, വിശുദ്ധനാവുക. ഉടമ്പടി ചെയ്ത ഈശോ ശിഷ്യനോട് എന്താ പറഞ്ഞത്? ഐ വിൽ ബി വിത്ത് യു അൺടിൽ ദി ലാസ്റ്റ്. എല്ലാം ഐ വിൽ ബി വിത്ത് യു, എല്ലാം ദൈവം നമ്മുടെ കൂടെയാണ്. അബ്രാഹത്തിനോടായാലും മോസസിനോടായാലും ഈശോ വന്നപ്പോഴായാലും ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ദൈവം നമ്മുടെ കൂടെ. പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾ ചെയ്ത ഉടമ്പടിയിലൂടെ അങ്ങ് ഞങ്ങളുടെ കൂടെ അധിവസിക്കുന്നത് അനുഭവിക്കുവാൻ ആന്തരിക ഇന്ദ്രിയങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ദിവ്യകാരുണ്യത്തിന് കർത്താവ് നല്ല കള്ളനോട് പറഞ്ഞ് യു വിൽ ബി ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. നീ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ കൂടെ ആയിരിക്കാൻ അവൻ എന്താണ് ചെയ്തത്? കർത്താവ് അവൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ കട്ടും മുടിച്ചും ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയും കൊന്നും കൊലവിളിച്ചും നടന്നവനാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ എന്തവസ്ഥയിലാണ്, ഡ്രാസ്റ്റിക് സിറ്റുവേഷനാണ് നീയെങ്കിലും ഇൻ ജീസസ് ദെയർ ഇസ് എ ചാൻസ്. നിൻ്റെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലാണ്? നീ ചിലപ്പോൾ അബോർഷൻ കഴിഞ്ഞ ആളായിരിക്കും, അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വം അല്ലെങ്കിലും വിചാരിച്ചോ. ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ അപരാധങ്ങളിലെ പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ട് നിനക്ക് തന്നെ തോന്നും എന്നെ ദൈവത്തിനും വേണ്ട പിശാചിനും വേണ്ടെന്ന് തോന്നും. അങ്ങനെയൊക്കെ സ്വയം പരാകുന്ന ആൾക്കാരുണ്ട്. വാട്ട് എവർ മേ ബി യുവർ കണ്ടീഷൻ, അത് നിൻ്റെ അവസ്ഥ എന്ത് തന്നെയായാലും യു ഹാവ് എ ചാൻസ് ഇൻ ജീസസ്. കർത്താവിൽ നിനക്ക് ഒരു ചാൻസ് ഉണ്ട്. അത് പറയുന്നത് ആരാണ് നമ്മളോട്? ഈ നല്ല കള്ളനാണ് പറയണത്. അവനോട് കർത്താവ് പറഞ്ഞു ദേർ ഇസ് എ ചാൻസ്. കുറിച്ച് തൂങ്ങി നഗ്നനായി കിടക്കുമ്പോഴും അവനൊരു ചാൻസ് കർത്താവ് കിട്ടും. അവനെങ്ങനെയാണ് ആ ചാൻസ് വാങ്ങിച്ചത്? അവൻ 3-4 കാര്യങ്ങൾ പറയും അവിടെ കിടന്നിട്ട്. ഒന്ന്, എനിക്ക് തോന്നുന്നു ഇവൻ നല്ല നട്ടലുള്ള കക്ഷിയാണ്. കാരണം തെറ്റ് കണ്ടാൽ തെറ്റ്, കള്ളനാണ് പക്ഷേ തെറ്റ് കണ്ടാൽ, വിശ്വാസവിരുദ്ധമായ കാര്യങ്ങളെ കേട്ടാൽ അവൻ വിശ്വാസവിരുദ്ധമായ കാര്യങ്ങളാണെന്ന് പറയും. വിശ്വാസവിരുദ്ധമായ കാര്യങ്ങളെ കേട്ടാൽ, സഭാവിരുദ്ധമായ കാര്യങ്ങളെ കേട്ടാൽ, ഇപ്പം ഇന്ന് കുറേ വർഷങ്ങളായിട്ട് ബോധപൂർവം സഭയെ ആക്രമിക്കുന്നത് നമ്മൾ മീഡിയയിൽ കാണുന്നുണ്ട്. മാധ്യമങ്ങൾ തുടങ്ങിയത് തന്നെ
സഭയെ ആക്രമിക്കാൻ 15 കൊല്ലമായി സ്വയാശ്രയ കോളേജും കാലം മുതലാണ് തുടങ്ങിയത്. അപ്പോൾ അത് ഞാനോടത്ത് അതോടെ അവസാനിക്കുമെന്ന്. അങ്ങനെയല്ല, അവരവരുടെ റേറ്റിങ്ങിന് വേണ്ടി വളരെ തന്ത്രപൂർവ്വമായിട്ട് ബോധപൂർവമായിട്ട് സഭയെ, അതുപോലെ സഭയിൽ തന്നെയുള്ള സഭയെ ആക്രമിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് പ്രൈം ടൈം കൊടുത്തിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് സഭയെ ആക്രമിക്കുന്ന രീതിയാണ്. അപ്പം ഇത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എല്ലാ കാലങ്ങളിലും ഉണ്ടാകും. കള്ളനായിട്ട് കിടന്നിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള പല ആരോപണങ്ങൾ വ്യക്തികൾക്കുണ്ട്. ആ വ്യക്തികൾ തന്നെയാണ് സഭയെ ആക്രമിച്ചതെന്ന് നമ്മൾ ഈ കാലങ്ങളിലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതായിപ്പോൾ ചീത്ത കള്ളൻ എന്താ പറയണത്? നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്ക്. തെളിവ് കൊണ്ടുവരാൻ പറയുകയാണ്. ദൈവപുത്രനാണ്. ഇപ്പോൾ തെളിവ് ചോദിക്കണ കാലമാണ്. അവൻ ഇടതുവശത്ത് കിടക്കണ കള്ളൻ എന്താ ചോദിക്കണത്? തെളിവതാ എന്നാ, ഡേറ്റാതാ എന്നാ ചോദിക്കണത്. നീ ദൈവപുത്രനാണെന്നതിൻ്റെ ഡേറ്റാതാ എന്നാ പറയണത്. എക്കാലങ്ങളിലും ഡേറ്റ ചോദിച്ചിട്ടുണ്ട്. ഈ ഡേറ്റ ചോദിക്കുന്നവനോട് എന്താ ഈ വലതുവശത്ത് കിടക്കുന്ന കള്ളൻ എന്താ പറയണത്? നീ എന്താ ഇങ്ങനെ സംസാരിക്കണത്? നമ്മ രണ്ടും ഒരേ ആൾക്കാരല്ലേ? നമ്മ രണ്ടും ഒരേ ആൾക്കാരല്ലേ? ഒരേ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിട്ടിത് പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നല്ല കള്ളിന് കൂട്ടുകാരനല്ലേ പറഞ്ഞത്? ഇത്രയും നാളെ കൂടെ കക്കാൻ വേണ്ടി കൂടിയ ആളല്ലേ പറഞ്ഞത്? അവരിങ്ങനെ കടന്ന് പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കാമായിരുന്നു ഈ നല്ല കള്ളന്. എത്രയോ ക്രിസ്ത്യാനികളാണ് മിണ്ടായിരിക്കണത്. സഭയ്ക്കെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ എത്രയോ ക്രിസ്ത്യാനികളാണ് തലേ തുണിയിട്ട് നടക്കണത്. സാംസ്കാരിക നേതാക്കന്മാരായാലും ശരി, രാഷ്ട്രീയ നേതാക്കന്മാരായാലും ശരി, ക്രിസ്ത്യാനികൾ മിണ്ടാതെ നടക്കുന്നതില്ലേ? അങ്ങനെ വേണമെങ്കിൽ നല്ല കള്ളന് മിണ്ടാതിരിക്കാം. കാര്യം കൂടെ കട്ടവരല്ലേ? കൂടെ കട്ടവനൊരു വാക്ക് പറയുമ്പോൾ അവനെ സംരക്ഷിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വലതുവശത്ത് കിടക്ക കള്ളനും മിണ്ടാണ്ടിരിക്കാം. പക്ഷേ അവൻ്റെ നട്ടല് വാഴപ്പിണ്ടിയില്ല. അവൻ ബുദ്ധിയും ബോധവും ഉള്ളവനാണ്. അവൻ പറഞ്ഞു, നീ പറഞ്ഞ തെറ്റാണ്. തെറ്റിനെ തെറ്റാണെന്ന് പറയുമ്പോഴാണ് അവൻ ക്രിസ്ത്യാനിയായിട്ട് മാറണത്. നീ പറഞ്ഞ തെറ്റാണ്. അത് ആരായാലും കേട്ടോ, പക്ഷം ചേർന്ന് പറയാനല്ല, സഭയുടെ ഉള്ളിലായാലും. പക്ഷേ സഭയുടെ ഉള്ളിലായാലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സഭയുടെ ഉള്ളിൽ തെറ്റുകളുണ്ടെങ്കിൽ സഭയുടെ ഉള്ളിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു തെറ്റുണ്ടായി, നമ്മുടെ വീട്ടിലൊരു തെറ്റുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ സഭയെ വിമർശിക്കുന്ന ആൾക്കാരല്ല, അവരുടെ സ്വന്തം ബന്ധുക്കളുള്ള ആൾക്കാരല്ല, എന്തെങ്കിലും അപരാധങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു നടക്കുക പുറത്ത്? ഇല്ല, അവരത് ഒതുക്കി അങ്ങോട്ട് തെറ്റുണ്ടാക്കാത്ത രീതിയിൽ, ഇനി ആവർത്തിക്കാത്ത രീതിയിൽ ശാസിച്ചും പ്രാർത്ഥിച്ചും അവരെ മാറ്റും. അതുപോലെയാണ് സഭയുടെ ഉള്ളിലുള്ളവരെ സഭയിടയ്ക്കെന്ന് പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ യാചിച്ചുമൊക്കെ സഭയുടെ ഈ വസ്ത്രം വാങ്ങിച്ചെടുത്ത ആൾക്കാരെ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ സഭയെ ആക്രമിക്കുമ്പോൾ പിശാച് വെച്ച ട്രോജൻ കുതിരയായിട്ട് വരും. സഭയെ നശിപ്പിക്കാൻ വേണ്ടി സഭയുടെ അകത്ത് സാത്താൻ വെച്ച ട്രോജൻ കുതിര. അവർ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മാനുഷികമായിട്ട് നീതിയായിരിക്കാം. മാനുഷിക നീതിയേക്കാൾ വലുതാണ് സഭയെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം സ്ഥാപിച്ചതെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകാൻ സഭയെ അകത്ത് നിന്നുകൊണ്ട് സ്നേഹത്തോടെ സംയമനത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ ചീത്തേക്കാതെ, അപ്പോൾ അത് ശത്രുക്കൾ പോലും ചെയ്യാത്തൊരു കാര്യമാണത്. കാര്യം അങ്ങനെയൊക്കെ പറയുമ്പോൾ പുറത്തുള്ളവർ പോലും എന്തുമാത്രം സങ്കടമാകുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, വ്യക്തിപരമായ അഭിപ്രായം എനിക്ക് സങ്കടമാണുള്ളത്. എന്താ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭ അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത, അതിൻ്റെ മറ്റു മനുഷ്യരോടുള്ള സഹജീവിയോടുള്ള സഹഭാവന, അതിൻ്റെ കാരുണ്യം, ഇങ്ങനെ ഒത്തിരിയേറെ ദൈവിക പുണ്യങ്ങളുള്ളൊരു സഭയാണിത്. ഞാൻ 45 കൊല്ലമായി സഭയിൽ വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം സഭയെക്കുറിച്ച് മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു എത്ര പുറത്തിങ്ങനെ വിമർശിക്കുമ്പോൾ അവർ ഉള്ളിൽ പറയും ഈ സംവിധാനം സഭ നല്ലതാണെന്ന് പറയും. അപ്പം അങ്ങനെ ഒരു സഭയെക്കുറിച്ച് നല്ല അഭിപ്രായം മറ്റുള്ള സഹോദരങ്ങൾ 10,000-കണക്കിന് മനുഷ്യരിൽ ഉള്ളപ്പോൾ നമ്മൾ തന്നെ വ്യത്യസ്തനാകാനോ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കാനോ
അല്ലെങ്കിൽ പ്രവാചകമായ ഉടുപ്പ് സ്വയമെടുത്തണിയാനോ ഒക്കെ നോക്കിയിട്ട് സഭയെയും ക്രിസ്തുവിനെയും സഭയുടെ അധികാര സ്ഥാനങ്ങളെയൊക്കെ കിട്ടുന്ന അവസരങ്ങളെല്ലാം അങ്ങ് വല്ലാത്ത രീതിയിൽ ചിത്തകൾ നോക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധി നിങ്ങളുടെ മനസ്സാക്ഷിയെ ശോധന ചെയ്യണം. വേറെ മനുഷ്യൻ്റെ മുമ്പിലല്ല. മനുഷ്യന് നല്ല വാക്ക് കിട്ടിയിട്ടും മോശം വാക്ക് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ചത്തുകെട്ട് പറഞ്ഞ് വിഴുന്ന് പിരിഞ്ഞു പോകും. പക്ഷേ നാളെ കർത്താവിൻ്റെ തിരുസന്നിധി നിൽക്കുമ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ നീതിക്ക് വേണ്ടിയാണ് നിന്നതെന്ന് പറയാം. പക്ഷേ നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ മാത്രം നിന്നാൽ പോരല്ലോ, സഭ മൊത്തം നിൽക്കണ്ടേ? സഭയെ മൊത്തം നിൽക്കാൻ വേണ്ടി സഭയുടെ അകത്ത് തന്നെ നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഭയെ എന്തെങ്കിലും ന്യൂനതകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ക്ലാരിഫിക്കേഷനിലൂടെ നിങ്ങൾ ഡയലോഗ് പറയുമ്പോഴും എന്തുകൊണ്ടാണ് സഭയുടെ ഉള്ളിൽ സ്നേഹത്തോടെ ഉള്ള ഒരു ഡയലോഗിന് പല ആൾക്കാരും തയ്യാറാകാത്തത്? അപ്പോൾ ഉദ്ദേശശുദ്ധി നിങ്ങളായിട്ട് തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കുന്നത് ശരിയല്ല. കാര്യം ഇവിടെ കേരളം വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും പോകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിൽ നിന്നും, സഭയുടെ മേഖലയിൽ നിന്നായാലും ശരി, മറ്റു സമുദായങ്ങളുടെ മേഖലയിൽ നിന്നായാലും ശരി, പരസ്പരം യോജിക്കാവുന്ന സഹകരിക്കാവുന്ന എല്ലാ മണ്ഡലങ്ങളിലും കൈകോർത്ത് പിടിച്ച് സഹകരിച്ചിട്ട് ഒരു വിഷയം, ഇപ്പോൾ പത്രത്തിലൂടെ ആയാലും ഇപ്പോൾ എല്ലാവരും മീഡിയ ആയതാണല്ലോ കുഴപ്പം. ഓരോരുത്തരും മീഡിയയായി അവരെല്ലാം ലൈക്ക് കിട്ടാനും അതനുസരിച്ച് ഷെയർ കിട്ടാനും വേണ്ടി ഉള്ളൊരു മത്സരത്തിൽ കേരളത്തിൻ്റെ സ്വസ്ഥത അങ്ങ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അതിനുള്ളിൽ എത്രയോ പേര് സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ ഭാഗത്തു നിന്നും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ ഭാഗങ്ങളിൽ നിന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ ഭാഗങ്ങളിൽ നിന്നും സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട്. എല്ലാ സമുദായ ഭാഗങ്ങളിൽ നിന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഴയ ഒരു സന്തോഷത്തിൻ്റെ ഒരു കാലം വരണമെന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ആരാധനയിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാര്യം നമുക്ക് ഒരുമിച്ച് മലയാളക്കരയ്ക്ക് മലയാള ജനങ്ങൾക്ക് ഒരുമിച്ച് പഴയതുപോലെ വളരാനുള്ള സാഹചര്യം ദൈവം ഒരുക്കും, തീർച്ചയായിട്ടും ഒരുക്കും. എന്തെല്ലാം തിന്മയുടെ ശക്തികൾ ഇവിടെ പ്രവർത്തിച്ചാലും ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുകയും അതെല്ലാം ക്രമേണ കാലാന്തരത്തിലെ സമൂഹത്തിൽ നിന്ന് നിർവീര്യമായി പോവുകയും ചെയ്യും. ഒരു കാര്യമില്ല ആ സമയത്ത്. പക്ഷേ ഇവിടെ കൂടുതൽ ആവശ്യം പ്രാർത്ഥനയാണ്, കൂടുതൽ ആവശ്യം വിശുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. ഞാനത് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ആരെയും ഏതെങ്കിലും ഒരു പക്ഷം ശരിയാണെന്നോ ഒരു പക്ഷം തെറ്റാണെന്നോ പറഞ്ഞതല്ല. എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ ഞാനൊരു വിശദീകരണമൊക്കെ പറയും. അത് സ്വാഭാവികമായും സ്വസ്ഥത കൈവരിക്കാൻ വേണ്ടിയുള്ള സുവിശേഷത്തിൻ്റെ നടപടി പോലെ പറയണതാണ്. അല്ലാതെ ആരെയും കൊച്ചാക്കാനോ ആരെയും ചെറുതാക്കാനോ ഒന്നുമല്ല. പക്ഷേ ഇവിടെ ഒരു സത്യസന്ധമായ സ്നേഹം ഈ മണ്ണിൽ പുലരാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. ഇത് പറയാൻ കാര്യം ഈ നല്ല കള്ളൻ്റെ നട്ടലിനെ കുറിച്ച് പറഞ്ഞതാണ്. അല്ലെങ്കിൽ അതൊന്നും പറയത്തില്ല. കാര്യം നല്ല കള്ളൻ്റെ നട്ടലെന്ന് പറയുമ്പോൾ എന്താ സംഭവം? അവൻ തെറ്റുകാരനാണ്. അവനോട് പറഞ്ഞു, നീ ആ കുരിശിൽ സ്വയം പീഡിതനെ ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോഴാണ് ഈ ഇടതുവശത്തുള്ള കള്ളനോട് പറയണത്. എന്താ പറയണത്? നീ പറഞ്ഞത് തെറ്റാണ്. എന്തൊക്കെയാണ് പറയണത്? 4 കാര്യങ്ങൾ പറയും. എന്താണ്? അവൻ അതിനെ സഹായിച്ചു, തെറ്റിനെ സഹായിച്ചു. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? അതാണ് സംഭവം. തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരെല്ലാവരും ദൈവത്തെ ഭയപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കണം. തിന്മയുടെ പക്ഷത്തെയോ തിന്മയുടെ പ്രവർത്തനങ്ങളെയോ പ്രോത്സാഹിപ്പിക്കുന്ന ആരും ദൈവത്തെ ഭയപ്പെടുന്നില്ല. അതാണ് ഈ വലതുവശത്ത് കിടക്കുന്ന കള്ളൻ ചോദിക്കുന്നത് ഇടതുവശത്ത് കിടക്കുന്ന കള്ളനോട്, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? നമ്മുടെ ശിക്ഷ വിധി ന്യായമാണ്. ഇപ്പം 23:42 അല്ലെ 41 ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. ഇപ്പം സ്വയം ചെയ്ത തെറ്റുകളെ മൂടി വെക്കണില്ല. ഇവിടുത്തെ പരാക്രമം മുഴുവനും അതാണല്ലോ. സാമൂഹ്യ കേരളത്തിൻ്റെ പരാക്രമം എന്താണ്?
സ്വന്തം തെറ്റുകളെ മൂടി വെച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ ആക്രമിച്ചത്. അതാണല്ലോ ഇപ്പോഴും ഉണ്ടാകുന്ന ചില കേസുകൾ കേൾക്കുമ്പോൾ എന്താണ്, ഇത്രയും നാൾ ഈ വ്യക്തി അയാളുടെ തെറ്റുകളെ മൂടി വെച്ചുകൊണ്ടാണ് മറ്റുള്ളവരുടെ മേൽ കൈ ചൂണ്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ വലതുവശത്തുള്ള കള്ളം കണ്ടില്ലേ, നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് എന്നുവെച്ചാൽ അതിനകത്ത് അന്യായമൊന്നുമില്ല. അപ്പോൾ അവൻ്റെ തെറ്റുകളെ മനസ്സിലാക്കാനുള്ള ഒരു പക്ഷേ സുവിശേഷത്തിലെ ഏറ്റവും വലിയൊരു വ്യക്തിയാണ്, ഏറ്റവും വലിയ മാനസാന്തരം, ഏറ്റവും വലിയ സുവിശേഷം സ്വീകരിച്ച ഒരാളാണ് ഈ നല്ല കള്ളൻ. അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ആഴമുള്ള കാര്യങ്ങളാണ്. എന്താണ്, നമ്മുടെ പ്രവൃത്തികൾ അതർഹിക്കുന്നു, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തവൻ തെറ്റ് ചെയ്തില്ല എന്ന് പറയണത് അതാണ് ആധ്യാത്മികത എന്ന് പറയണത്. അല്ലെങ്കിൽ അത് രാഷ്ട്രീയമായി മാറും. ഇപ്പം ചില ആൾക്കാരില്ലേ, അവൻ ചെയ്തത് ശരിയായിരിക്കാം, പക്ഷേ അവൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരനല്ലെന്നുണ്ടെങ്കിൽ അവൻ ചെയ്തത് ശരി തെറ്റായിട്ട് പറയും. അവൻ ചെയ്ത കാര്യങ്ങൾ ശരിയായിരിക്കാം, അവൻ നമ്മുടെ മതത്തിൽപ്പെട്ട ആളല്ലെന്നുണ്ടെങ്കിൽ അവൻ ചെയ്ത കാര്യം തെറ്റായിട്ട് അവതരിപ്പിക്കും. അതാണ് ഇത് വിഷയം വരണത്. അതാണ് നല്ല കള്ളം പറഞ്ഞത്. എന്താണ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണത് എന്താണത്? അതിൻ്റെ വാക്കെന്താ? അവൻ കർത്താവാണെന്നതിൻ്റെ അർത്ഥം. ഇപ്പം നല്ല കള്ളം പറയണില്ല, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണത് എന്താണ്? അവൻ കർത്താവാണ്. ഞാൻ എന്താ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം എന്താണ്? കാര്യം നമ്മൾ ഐസയ ഇല്ല, ഐസയുടെ വചനങ്ങളിൽ 53:9 ആണ് ഈ നല്ല കള്ളം പറയണത്. ഐസയ 53:9 എന്താ പറയണത്? അവൻ ഒരു കുറ്റവും ചെയ്തില്ലെന്നാണ്. ആര്? സകനദാസൻ. എന്നിട്ടും അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായി മാറി. അപ്പോൾ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത സഹനദാസനാണ് പിന്നീട് കർത്താവായി മാറണത്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. 53:10 അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. ഇതാണ് നല്ല കള്ളൻ പറഞ്ഞ അവന് കിട്ടിയ വെളിപാട്. ഐസയ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയലേ. ഐസയ 53:9 തെറ്റ് ചെയ്യാത്തവനെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അവൻ ഏത് രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും പറയാനൊരു ക്രൈസ്തവന് കഴിയണം. അതേസമയം തെറ്റ് ചെയ്തവനെ തന്നെ എപ്പോഴും സ്ഥിരമായി ഏതെങ്കിലും ഒരു കോണുകളിൽ നിന്ന് ഏതെങ്കിലും സമുദായത്തിനെയോ ഏതെങ്കിലും മതത്തിനെയോ ആക്രമിക്കണ പോലെ സിറ്റുവേഷൻ ഉണ്ടാവരുത്. ബോധപൂർവ്വം ഓരോ ആഴ്ചയിലും ഓരോ വീഡിയോ ഇറക്കിക്കൊണ്ട് ഓരോ സമുദായത്തിനെയോ അല്ലെങ്കിൽ ഓരോ മതത്തിനെയോ ഓരോ രാഷ്ട്രീയത്തിനെയോ അങ്ങനെ ഒരു ദൗത്യം സഭയ്ക്കില്ല. സഭയുടെ പേരിൽ അങ്ങനെ ആരും ഏറ്റെടുക്കേണ്ട കാര്യവുമില്ല. അത് സഭയുടെ സ്പിരിറ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ. അതായത് അവനൊരു അതിക്രമവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സഹനദാസൻ എന്തുകൊണ്ടാണ് സഹിക്കുന്നത്? എന്തുകൊണ്ടാണ് അവൻ സഹിക്കുന്നത്? ചില സമയത്ത് സഭയ്ക്ക് സഹിക്കേണ്ടി വരുന്ന ഒരു കാലമുണ്ടാവും. അതുപോലെ എന്തുകൊണ്ടാണ് സഹിക്കേണ്ടി വരണത്? അത് 10 അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. സഭയെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് ചിലപ്പോൾ ആരും പിതാവ് തന്നെ ആകും. അങ്ങനെ ആ കാലങ്ങളിലാണ്, ക്ലേശങ്ങളിലൂടെ നമ്മൾ കടന്നുപോയ കാലങ്ങളിലാണ് ഇവിടെ വലിയ സുവിശേഷ മുന്നേറ്റങ്ങൾ, ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ ലോകത്തിന് മൊത്തം കിട്ടിയത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. അതായത് ഇപ്പോൾ കർത്താവിൻ്റെ ബലിയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഫ്രൂട്ടാണ് ഇവൻ. കാര്യം എന്താ? പാപപരിഹാര ബലിയായി ഈശോ തന്നെ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവൻ്റെ സന്തതി പരമ്പരകളെ കാണുകയാണ്. ആരെയാണ്? വലതുവശത്തുള്ള കള്ളനോട് തിരിഞ്ഞിട്ട് പറയും, അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും, നിത്യതയിലേക്ക്
ഉള്ള ആദ്യത്തെ എൻട്രിയാണ് ഈ നല്ല കള്ളൻ്റെത്. അതിമനോഹരമാണ് ഈ ഭാഗം മുഴുവനും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരാഴ്ച മുഴുവൻ ഇതാണ് ധ്യാനിച്ചത്. അപ്പോൾ കർത്താവ് എനിക്ക് തന്ന കുറച്ച് വെളിപാടുകളാണ്, പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് നൽകണത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇതിൻ്റെ അകത്ത് എന്ത് മറന്നു കളഞ്ഞാലും ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. നല്ല കള്ളനോട് ഈ ചോര കട്ടയായിട്ട് കർത്താവ് നിൽക്കുമ്പോൾ പറയണ ഒരു വാക്കുണ്ട്, ടുഡേ യു വിൽ ബി വിത്ത് മീ, എൻ്റെ കൂടെ ആയിരിക്കുമെന്ന്. ഒരു മനുഷ്യനെ ദൈവത്തിന് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കാം 4ാം സ്റ്റേജാകാം, ചിലപ്പോൾ കരളിന് അസുഖമാകാം, ചിലപ്പോൾ നമ്മൾ സോറിയാസ് ആകാം, ചിലപ്പോൾ നമ്മൾക്ക് ബാങ്കുകാർ വന്നിട്ട് നമ്മൾ ജപ്തി ചെയ്യാൻ പോവുകയാണ്. വാട്ട് എവർ ഹാപ്പൻ ടു അസ്, നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ദൈവം എൻ്റെ കൂടെയുണ്ടോ? ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ എന്താണ് ഗുണം? അതിൻ്റെ കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയില്ലേ? ദൈവം ഇപ്പം നിൻ്റെ ബിസിനസ് എത്രയോ കാലമാണ് ഉടമ്പടി എടുത്തപ്പോൾ പഴയ ബിസിനസ് തകർന്നു പോയി ഉടമ്പടി എടുത്തപ്പോൾ പുതിയ വരുമാന മാർഗം കിട്ടിയത്. എന്താ കാര്യം? ദൈവം കൂടെ ഉള്ളതുകൊണ്ടാണ്. നീ വിചാരിക്കരുത് നീ ഇപ്പം ചെയ്യണ ജോലി തന്നെയാണ് മുഴുവൻ ജോലിയെന്ന്. നീ വിചാരിക്കരുത് ഈ രോഗം നിനക്ക് വന്നതുകൊണ്ട് ഇതോടുകൂടി എല്ലാം അവസാനിക്കണം. ഒന്നും അവസാനിക്കത്തില്ല. അതാരാ തീരുമാനിക്കേണ്ടത് അവസാനിച്ചാൽ ഇല്ലേന്ന്? നിൻ്റെ കർത്താവാണ് അവസാനിക്കേണ്ടത്. അതിനെന്ത് വേണം? കർത്താവ് കൂടെ ഉണ്ടായാൽ മതി. ഞാൻ ഇടക്ക് കാര്യങ്ങൾ ഓർക്കേ, കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിന്നെ ഭയമായിരിക്കും. കർത്താവ് കൂടെ ഇല്ലെങ്കിൽ മറ്റുള്ളവരെ നിനക്ക് ഭയമായിരിക്കും. ഇപ്പം കേരള സഭയ്ക്ക് ഭയങ്കര ഭയമാണ്. അപ്പോഴവർ ആത്മാർത്ഥതയോടെ ബോധപൂർവ്വം ചിന്തിക്കണം, whether Jesus is with me or not. കേരള സഭ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് യേശുവിനെ കൂടെ നിർത്താൻ വേണ്ടിയാണ്. മറ്റ് സകല ജന്തംഗം വസ്തുക്കളും സാമുദായിക സാമൂഹ്യ വിഷയങ്ങളുടെ മേലും ഒത്തിരിയേറെ സഭയുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മൾ സുവിശേഷത്തിന് അകലുകയാണോ എന്ന് ചെറിയൊരു പേടി. ഞാനെൻ്റെ സ്വകാര്യമായൊരു വിഷയം പങ്കുവച്ചതേ ഉള്ളൂ. ഇത് വലിയൊരു ആനക്കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, സാവൂളിനെ ദാവീദിന് പേടിയായിരുന്നു. അല്ല, സാവൂളിന് ദാവീദിനെ പേടിയായിരുന്നു. വാട്ട് ഇസ് ദ റീസൺ? എന്താ റീസൺ? കർത്താവ് അവൻ്റെ കൂടെ ഉള്ളതാണ് റീസൺ. കർത്താവ് ദാവീദിൻ്റെ കൂടെ ഉണ്ടായത് കാരണം 1 സാമുവേൽ 18:12 എന്താണ്? കർത്താവ് ദാവീദിൻ്റെ കൂടെ ഉണ്ടായത് കാരണം ദാവീദിനെ സാവൂളിനെ ഭയമായിരുന്നു. കർത്താവിനെ പണ്ട് മുതലും എന്നും അതിന് മാറ്റമില്ല. സഭയുടെ കൂടെ കർത്താവ് ഉണ്ടെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും സഭയെ പേടിക്കും. സഭയുടെ കൂടെ കർത്താവ് ഇല്ലെന്ന് സഭയ്ക്ക് തോന്നിയാൽ സഭ മറ്റുള്ളവരെ പേടിക്കും. ഇതുതന്നെയാണ് തിരിച്ചു വരണത് എല്ലാ ഉദ്യമങ്ങളിലുമാണ്. ഉടമ്പടി എടുത്ത ഓരോ വ്യക്തികളുടെയും ജീവിതം ഈ ആഴ്ച ദിവസങ്ങളിൽ കണ്ട എന്താണ്? ഓസ്ട്രേലിയ, ലണ്ടൻ. കാര്യം ഞങ്ങളിപ്പോഴും പകലുള്ള സമയങ്ങളിലെല്ലാം നാട്ടുകാരുടെ സാക്ഷ്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പകലുള്ള സമയങ്ങളിലെല്ലാം ഉടമ്പടി രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ട്. അവർ വന്ന് ഉടമ്പടി ചെയ്യും. അതുപോലെ തന്നെ ഉടമ്പടി പുതുക്കാനുള്ളവരുണ്ട്, അവർ പുതുക്കും. പക്ഷേ പകലെല്ലാം ശനിയാഴ്ച മാത്രം ഉടമ്പടി പുതുക്കലില്ല. അപ്പോൾ ഈ ശനിയാഴ്ച കാര്യം മാത്രം പറഞ്ഞതാണ്. അപ്പോൾ പകൽ ഞങ്ങൾ നാട്ടുകാരുടെ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ സാക്ഷ്യങ്ങളെടുക്കും. രാത്രിയാകും, വൈകുന്നേരം ആകുമ്പോൾ മറ്റ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള സാക്ഷ്യങ്ങളെടുക്കും. ഈ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞ എന്താണ്? കർത്താവ് എല്ലാ ഉദ്യമങ്ങളിലും 1 സാമുവേൽ 18:14 എന്താ പറയണത്? കർത്താവ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. ആ വചനം മറന്നു പോകരുത്. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് മുഴുവൻ എന്താണ്? കർത്താവ് കൂടെ ഉണ്ടാവുകയാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിൻ്റെ ഉദ്ദേശം, അത് പുതുക്കിൻ്റെ ഉദ്ദേശവും അതിനുവേണ്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതും പ്രാർത്ഥന മുടക്കാതിരിക്കുന്നതും ജോയ്സി പറയണത്, അച്ഛാ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേ നടന്നെന്ന്. പിന്നെ എങ്ങനെ കർത്താവ് മാതാവ് കൂടെ നിന്ന് മാറണത്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഞങ്ങളെന്താ പറഞ്ഞിരിക്കുന്നത് പ്രത്യക്ഷ പ്രാർത്ഥനയെക്കുറിച്ച്? അത് പകൽ ചെല്ലിയാൽ മതി, രാവിലെ മുതൽ ചെല്ലിയാൽ മതി എന്നാണ്. പക്ഷേ എത്രയോ മനുഷ്യരാണ് ഇത് കാണാതെ പഠിച്ചിട്ട് ചൊല്ലിക്കൊണ്ടേ നടക്കുന്നത്.
അത് അവരാണ് ഈ പറയണത്. മാതാവ് ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറയണത്. അങ്ങനെ കൂടെ വന്നാലുള്ള അവസ്ഥ എന്താണ്? ദൈവം കൂടെ കൊണ്ടുപോകേണ്ട ഉടമ്പടി വഴി ദൈവം നിങ്ങളുടെ കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? 1 സാമുവേൽ വർക്കൗട്ട് ചെയ്യും. 1 സാമുവേൽ എന്താണ്? 18:14 എന്താണ് പറയണത്? കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാ ഉദ്യമങ്ങളിലും അവൻ വിജയം കൈവരിച്ചു വന്ന പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഉടമ്പടി വഴി അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയും ഞങ്ങൾ എല്ലാ ഉദ്യമങ്ങളിലും വിജയം വരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങള് ഉടമ്പടി വഴി അങ്ങയുടെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ ഉദ്യമങ്ങളെ വിജയകരമായി മാറ്റുവാൻ ഞങ്ങള് വാക്കിലും പ്രവൃത്തിയിലും പ്രഖ്യാപനങ്ങളിൽ അങ്ങനെ കൂടെ നിൽക്കുവാനും അങ്ങ് ഞങ്ങളുടെ കൂടെ നിൽക്കുവാനും നിങ്ങളെ സഹായിക്കണമേ. ശ്രുതികട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, രോഗാതുരമായ ഇടങ്ങളിലെ അങ്ങയുടെ വലതുകരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാരകരോഗങ്ങള് നിരവധികള് യേശുനാമത്തിലെ മാറിപ്പോകട്ടെ. മക്കളെ, രോഗമുള്ള ഇടത്ത് നിങ്ങളുടെ നിങ്ങളുടെ കൈകൾ വെക്കുക. കർത്താവിൻ്റെ നാമത്തിലാണ് വെക്കേണ്ടത്, നിങ്ങളുടെ നാമത്തിലല്ല കേട്ടോ, യേശുനാമത്തിലാണ് വെക്കേണ്ടത്. കർത്താവേ, ഓൺലൈനിലും ഇവിടെയും അനേകം മക്കൾ അവരുടെ ഉദരത്തിലും ശ്വാസകോശങ്ങളിലും കർത്താവേ, ശിരസ്സിലും തൊണ്ടയിലും അടിവയറ്റിലുമൊക്കെ കർത്താവേ നിൻ്റെ കൈകൾ വെക്കുക. കർത്താവ് നിൻ്റെ കൈകളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. കർത്താവെ, 35 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ സകല പുണ്യാളന്മാരുടെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ലോകം മുഴുവനുള്ള മക്കൾ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലെ കർത്താവെ മാരകമായ രോഗങ്ങൾക്കും തീരാവ്യാധികൾക്കും കർത്താവെ വിടുതൽ കിട്ടാൻ വേണ്ടി കർത്താവെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മരുന്ന് ലേപനമല്ല കർത്താവെ, അങ്ങയുടെ വചനമാണ് മക്കളെ സുഖപ്പെടുക. കർത്താവെ, പരിശുദ്ധമേ ദേവമാതാവിനെ കൃപാസാൽത്താരയിൽ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി അത്രയും കാരുണ്യം ഞങ്ങളോട് കാണിച്ച് അതിലൂടെ ഇത് ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും തന്നുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ കാണിച്ച സ്വർഗീയമായ വാത്സല്യത്തെ ഓർത്തുകൊണ്ട് യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങള് തീരാവ്യാധികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മക്കളെ, നടുവേദനയുള്ളവർ, കിഡ്നി വേദനയുള്ളവരൊക്കെ കൈവെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈശോ. കർത്താവ് എനിക്ക് തന്ന ഒരു ആന്തരിക ബോധ്യമാണ്. കിഡ്നി വേദികളെ സുഖപ്പെടുത്തുന്നതും അവർ തന്നെ നടുവിൻ്റെ കശികൾ തെറ്റിയവരെ സുഖപ്പെടുത്തുന്നുണ്ട്. ആ മേഖലകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുക എന്നാണ്. അതുപോലെ തന്നെ ഭുജങ്ങളില്ലേ, നമ്മുടെ 2 ഭുജങ്ങൾ, അവിടെ വേദനയുള്ളവരും എപ്പോഴും നീർക്കെട്ടുന്നവരും അസ്ഥി ദ്രവിക്കുന്നവരും അസ്ഥി തേയുന്നവരും ഒക്കെ ആ തേയ്മാനമുള്ള സ്ഥലങ്ങളെല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവെ, ഇപ്പോഴ് വെറുതെ ശരീരത്തിലൊക്കെ ആവശ്യമില്ലാത്ത ഇപ്പം മുഖത്തൊക്കെ ഇങ്ങനെ ഹോർമോൺ ഇൻബാലൻസ് കൊണ്ട് രോമങ്ങൾ വളരുന്നവരെ കാണിക്കുന്നുണ്ട്. കർത്താവരെയൊക്കെ അവിടെ എല്ലാം മുഖത്തെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവരുടെ രക്തത്തിലേക്ക് കലരാൻ പോവുകയാണ്. കർത്താവ് പി സി ഒടിക്കാരെയും കർത്താവ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങളുള്ളവരെയും മക്കളില്ലാത്തവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എപ്പിലെപ്സി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അതുപോലെ തന്നെ അപസ്മാര രോഗികളെ, ഓട്ടിസം രോഗികളെ മുഴുവനും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈശോ തലയിലെ അതുപോലെ ഞരമ്പിലെ
കർത്താവ് കേടുള്ളവരെയും അത് ബ്ലോക്കുള്ളവരെയും നെഞ്ചിൽ ബ്ലോക്കുള്ള ഹൃദയത്തിൽ ബ്ലോക്കുള്ളവരെയും എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആന്തരിക അവയവങ്ങൾക്ക് സിസ്റ്റുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെയും ചെവിക്ക് കേൾവിക്കുറവുള്ളവരെയും കൈകാലുകൾ അനങ്ങാത്തവരെയും കൈ പൊക്കാൻ പറ്റാത്തവരെയും കൈകൊണ്ട് ജോലി ചെയ്യാൻ പറ്റാത്തവരും ജോലി മുട്ടി വീട്ടിലിരിക്കുന്നവരെയും എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കും. മക്കളെ സ്തുതിക്കട്ടെ മക്കളെ. എൻ്റെ കർത്താവേ, നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈശോ തന്ന വചനത്തിന് എല്ലാം നന്ദി പറയുന്ന കർത്താവേ. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവശക്തിയാൽ ഈ നിമിഷം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളെ, ഇവിടെ പ്രാർത്ഥിക്കുന്ന മക്കളെ, പ്രാർത്ഥിക്കുന്ന മക്കളെ, എല്ലാവരും ശാരീരിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ജീവിത തടസ്സങ്ങൾ, ദുരിതങ്ങൾ യേശുനാമത്തിലെ വിട്ടുമാറട്ടെ. പ്രിയമക്കളെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, പരീക്ഷ എഴുതിക്കൊണ്ട് നിൽക്കുന്നവരെ, എപ്പോഴും പരീക്ഷയ്ക്ക് ഓരോ മൊഡ്യൂൾസിന് തോറ്റുപോകുന്നവരെ, വിഷയങ്ങൾക്ക് തോക്കുന്നവരെ, ഉപരി വിദ്യാഭ്യാസമോ ജോലിക്കയറ്റമോ, ജോലി നഷ്ടപ്പെട്ട് വീട്ടിൽ നിൽക്കുന്നവർ, നാട്ടിൽ പോരാൻ പറ്റാത്തവർ, ഇവിടുന്ന് കയറി തിരിച്ചു പോകാൻ പറ്റാത്തവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വേദന അനുഭവിക്കുന്നവർ, തർക്കപ്പുരയിടങ്ങളിൽ താമസിക്കുന്നവർ, വഴക്ക് നടക്കുന്നവർ, വിവാഹത്തിൻ്റെ തടസ്സങ്ങളുള്ളവർ, വിവാഹം പിരിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നവർ, പിരിഞ്ഞിട്ട് വേദന അനുഭവിക്കുന്നവർ, ഈശോ വല്ലാത്ത രീതിയിൽ ജീവിതം തന്നെ എന്തിനാണെന്നറിയാതെ ഭാരപ്പെട്ട് ജീവിക്കുന്നവരെ, എൻ്റെ മക്കളെ, അവിടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടുന്ന സമയമാണ്. ദൈവികമായ തീരുമാനം അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുകയും നിങ്ങളെ സന്ധിക്കുകയും സംരക്ഷിക്കുകയും നിങ്ങൾക്ക് നാളെ കർത്താവിൻ്റെ നാമത്തിൽ ഈ ആൾത്താരയ്ക്ക് ഒരു സാക്ഷ്യം പറയാൻ പറ്റുകയും ചെയ്യും. നിങ്ങളെ സാക്ഷികളാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങൾ സാക്ഷികളാക്കണമേ, ഞങ്ങൾ സാക്ഷികളെപ്പോലെ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അത് ശക്തമായി സ്തുതിക്കട്ടെ, അത് ശക്തമായി സ്തുതിക്കട്ടെ, അത് ശക്തമായി സ്തുതിക്കട്ടെ. ഞാൻ എല്ലാ മക്കളെയും സ്വയം പ്രാർത്ഥിക്കുന്നു, എല്ലാ മക്കളെയും സ്വയം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധമായ തിരുമുറുപാടുന്ന വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ച മുഴുവൻ വിഷയങ്ങളും അടിപ്പിണർ പോലെ വൈദാഖാലം ദൈവികമായ ശക്തി യേശുവിന്റെ നാമത്തിൽ കർത്താവ് സൗഖ്യമാകട്ടെ പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും എല്ലാ പരാജയങ്ങളും കർത്താവെ, സാമ്പത്തിക കർത്തകളും കർത്താവ്, ജീവിത നിലവാരം തകർന്നു പോയവരെ, ജീവിത വ്യാപാരങ്ങൾ, ജീവിതത്തിലുള്ള കർത്താവ്, ജോലി, തൊഴിലുകൾ, വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, യാത്രകളെല്ലാം മുടങ്ങിപ്പോയവരെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നീ കണ്ണുനീരിടുന്നു, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി സമാധാനം നഷ്ടപ്പെടുന്നു, ആ മേഖലകളെല്ലാം കർത്താവിന്റെ പരിശുദ്ധമായ മധ്യത്വത്തിലെ ഈശോ ഇടപെടട്ടെ. ഈശോ ദൈവികമായ ശക്തി ഇടപെടട്ടെ. ദൈവത്തിന്റെ കൃപയായ നീ വലിയ സാക്ഷിയായ ദൈവം നിന്നെ മാറ്റട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ.